സംഭവം ഉണ്ടായത്. ഒരു പോക്സോ ഈ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയതിന് റിമാൻഡിലായ പ്രതിയെ ഏതാനും ദിവസം മുമ്പാണ് ജയിലിൽ എത്തിച്ചത്. ഒരു 2 ദിവസം കഴിഞ്ഞാണ് ഈ സഹതർക്കുവാൻ അറിയുന്നത്. ഇയാൾ അയലത്തുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനാണ് ജയിലിൽ എത്തിയത് എന്നുള്ളത്. ആ സമയത്താണ് അവിടെ ഇത് കേട്ടുകൊണ്ടിരുന്ന മോഷണ കേസിലെ പ്രതി എനിക്കും പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ 85-കാരനെ മർദ്ദിക്കുന്നത്. മർദ്ദനത്തിൽ പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. 85 വയസ്സുകാരൻ ഇയാൾ ആശുപത്രിയിൽ ചികിത്സ നൽകുകയും ചെയ്തു. പോലീസ് ജയിലിൽ നിന്ന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് കേട്ടൊരു വാർത്തയാണ് പത്രത്തിൽ. ഇന്നത്തെ ഒരു ന്യൂസ് ആയിരുന്നു, വൈകിട്ട് വന്നൊരു വാർത്തയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത്. അതായത് ഇവിടെ വന്നൊരു വാർത്തയെന്ന് വെച്ചാൽ 85 വയസ്സുള്ളൊരു കിളവൻ, ആ ഒരു കിളവൻ ഒരു കുട്ടിയെ എന്തോ പറഞ്ഞു, എന്താണെന്നൊന്നും വാർത്തയിൽ പറയുന്നില്ല, എന്തോ ഒരു അനാവശ്യം പറഞ്ഞു പുള്ളിക്കാരൻ. അപ്പോൾ അതിൻ്റെ പേരിൽ കേസായി. പിന്നീട് ഈ ഒരു പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു. ദേ ഇപ്പോൾ ജയിലിലേക്ക് കൂടി കൊണ്ടുവന്നു ഈ ഒരു 85 വയസ്സുള്ളൊരു കിളവനെ. അപ്പോൾ ഈ കിളവന്മാർക്കൊക്കെ എന്താണ് പ്രശ്നമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും കിളവന്മാരാണ് വിഷയങ്ങൾ അത്രയും. അപ്പോൾ എന്തായാലും ഈ ഒരു പറട്ടക്കിളവനെ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ജയിലധികൃതർ ഈ ഒരു പുള്ളിക്കാരൻ ചെയ്ത കുറ്റത്തെ പറ്റിയിട്ട് പറയുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന മറ്റൊരു തടവുകാരൻ, ഒന്നാം കേസിൽ ജയിലിലായ ഒരു പ്രതി ഇത് കേട്ടിട്ട് നിൽക്കുകയാണ്. അതായത് ഈ ഒരു പുള്ളി ഇതുപോലെ പോസ്കോ കേസിലാണ് അകത്തേക്ക് വന്നത്, ഇന്ന കേസാണ്, ഇന്ന വകുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് ഈ പറയുന്ന മോഷണ കേസിലെ പ്രതി കേൾക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇയാളുടെ രക്തം അങ്ങ് തിളച്ചു. നമ്മുടെ മോഷണ കേസിലെ പ്രതി പുള്ളിക്കാരൻ അടങ്ങിയിരിക്കുമോ? പുള്ളിക്കാരൻ സട കുടഞ്ഞെഴുന്നേറ്റു. എന്നിട്ട് എന്താ ചെയ്തത്? 85 വയസ്സുള്ള പോസ്കോ പ്രതിയുടെ ചെകിടത്ത് കൊടുക്കുകയാണ് ഒരെണ്ണം. ആ അടിയുടെ ആഘാതത്തിൽ ഈ പറയുന്ന പോസ്കോ പ്രതിയുടെ പല്ലിളകിപ്പോയി എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരാളുടെ പല്ലടിച്ച് പുറത്ത് കളഞ്ഞതിനാണോ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ ശരിക്കും പെട്ടത് ആരാണ്? ഈ പറയുന്ന മോഷണ കേസിലെ പ്രതി തന്നെയാണ്. കാരണം അവിടെ ഇയാൾ ഒരു തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്. കാരണം 85 വയസ്സായ കിളവൻ്റെ പല്ലിൽ ഒരടി കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പല്ലിന് അത്രയേറെ ബലമൊന്നും ഉണ്ടാവില്ല, അത് ഇളവിപ്പോവും. പക്ഷേ ഇവിടെ ഇയാൾക്കുള്ള ശിക്ഷയുടെ ആ ഒരു അളവ് കുറച്ചുകൂടി കൂടാനല്ലേ സാധ്യത ഈ ഒരു കുറ്റത്തിന്. പ്രത്യേകിച്ച് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പോലും പല്ലൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ അതിന് ക്ലെയിമൊക്കെ നല്ല രീതിയിൽ കിട്ടുന്നതാണ് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരിൽ ഇയാൾ കുറച്ച് അധിക തടവും കൂടി അനുഭവിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അധിക ശിക്ഷയും കൂടി ഇയാൾ അനുഭവിക്കേണ്ടി വരുമോ എന്നറിയില്ല. അപ്പോൾ പൊതുവേ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള കേസുകൾക്ക്, അതായത് പോസ്കോ പോലുള്ള വകുപ്പുകളിലായി ജയിലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളെല്ലാം കൂടി എടുത്തിട്ട് തൂക്കിയിട്ട് അറയും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആ ഒരു ആള് അത് അർഹിക്കുന്നു, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്നാലും മറ്റുള്ളവരുടെ മറ്റുള്ളവർ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യത്തെ കവർന്നുകൊണ്ട് പോയിട്ട് പുട്ടടിച്ചിട്ട് അതിൻ്റെ പേരിൽ ജയിലിലായിരിക്കുന്ന ആൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇയാളെ തല്ലാനെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇയാളപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയാമോ? എനിക്കും പെൺകുട്ടികളുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന പോസ്കോ പ്രതിയുടെ പല്ലടിച്ച് കൊഴിച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരിക്കും മറ്റുള്ളവർ നമുക്കറിയാം, ഉറുമ്പ് അരിമണി കൂട്ടി വെക്കുന്നത് പോലെയാണ് ഓരോ ആളുകളും അവരുടെ ചിലവൊക്കെ കുറച്ച് വെച്ചിട്ട് കിട്ടുന്ന സമ്പാദ്യം എല്ലാം കൊണ്ടുവന്ന് തൊരുക്കൂട്ടി വെച്ചിരിക്കുന്നത്. അത് സ്വർണമായിട്ടായാലും അതുപോലെ തന്നെ പൈസയായിട്ടായാലും ഏത് രീതിയിലായാലും മറ്റാരും അറിയാതെ തന്നെ രഹസ്യമായിട്ട് ചെന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ സമ്പാദ്യവും അടിച്ചു മാറ്റി പോകുന്ന ഈ കള്ളന് എന്ത് യോഗ്യതയാണുള്ളത് ഇയാളെ തല്ലാനെന്നാണ് എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും രണ്ടുപേരെയും ചെയ്ത തെറ്റ് വളരെ മോശം തന്നെയാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ പോസ്കോ പ്രതിക്ക് കിട്ടേണ്ടത് എന്തായാലും അവിടെ നിന്ന് കിട്ടിക്കാണും. എന്തായാലും ഈ ഒരു പുള്ളിക്കാരനായിട്ട് ഒരു പല്ലും കൂടി ഇളക്കി കൊടുത്തു. അതിൻ്റെ ശിക്ഷ ഇനി മിക്കവാറും ഇയാൾ വേറെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.